ഞങ്ങൾ ഹാല് മൂവി കണ്ടിറങ്ങിയതാണ്. ഷെയ്ൻ നിഗം നായകനായ ഹാല്. എന്താ ഹാല് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഹാല് പറയുന്ന മൂഡ്. എന്താ പാട്, എന്താ ഹാല്, എന്താ ആ മൂഡിനെയാണ് നമ്മൾ ഹാല് എന്ന് പറയുന്നത്. അപ്പം ഈ പടം എങ്ങനത്തെ മൂടാച്ചെങ്കിൽ ഭയങ്കര തൊട്ടാ പൊള്ളുന്നൊരു ടോപ്പിക്. അതിനെ ഏറ്റവും സേഫ് ആൻഡ് സെക്യൂർ ലാൻഡിങ് എന്ന് പറയില്ല, സേഫ് ആയിട്ട് ലാൻഡ് ചെയ്തു, സിമ്പിളായിട്ട് ലാൻഡ് ചെയ്തു. ലവ് ജിഹാദ് റിവോൾവ് ചെയ്യുന്ന ടോപ്പിക്കാണ്. അത് ഫസ്റ്റ് ഹാഫിലൊന്നും റിവീൽ ചെയ്യാതെ സെക്കൻഡ് ഹാഫിലേക്ക് അത് റിവീൽ ചെയ്തതിന് ശേഷം ഇവരൊരു സേഫ് ലാൻഡിങ് ഉണ്ട് ഇതിൻ്റെ ലാസ്റ്റ് ഒരു കോർട്ട് റൂം ഡ്രാമയൊക്കെ വെച്ച് പിന്നെ ടുവേർഡ്സ് എ ക്ലൈമാക്സിക്ക് കൊണ്ടുപോയപ്പോൾ ഒരു സേഫായ ലാൻഡിങ് ഉണ്ട്. അതിന് ഞാൻ ഇതിൻ്റെ ഡയറക്ടർ വീര അങ്ങനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. കാരണം ഇത്രയും എന്താ പറയുക കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു ടോപ്പിക്ക് ഇത്രയും സിമ്പിളായിട്ട് എടുത്തു വെച്ചതിന് അടിപൊളി, നല്ല വർക്കാണ്. ആർക്കും ഒന്നും പറ്റാതെ ആർക്കും പറ്റാതെന്നൊന്നും പറയാൻ പറ്റില്ല. അതായത് എല്ലാവർക്കും കുട്ടികളെ കൊട്ടിയിട്ടുണ്ട്. അത് മുസ്ലിങ്ങൾക്കും കൊട്ടിയിട്ടുണ്ട്, ക്രിസ്ത്യൻസിനും കൊട്ടിയിട്ടുണ്ട്, ഹിന്ദുക്കൾക്കും കൊട്ടിയിട്ടുണ്ട്. ഞാൻ മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ എടുത്തു വെച്ച് പറയാൻ കാരണം ഈ പ്രേമത്തിന്റെ കാര്യമാണ്. അപ്പൊ ഞങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ചു വരാം. പ്രേമത്തിന്റെ കാര്യം വരുമ്പോൾ ഭയങ്കര സീനാണ്. അതായത് അവിടെ ഇപ്പൊ ജിഹാദ് കയറി വരും, മതപരിവർത്തനം, അങ്ങനത്തെ എന്താ പറയാ ദുരഭിമാനക്കൊല, അങ്ങനത്തെ ഐറ്റങ്ങൾ കയറി വരുന്ന ഒരു സ്ഥലമാണ് ഈ പ്രേമം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഫേസ് സൊസൈറ്റിയിൽ ഇപ്പം നിൽക്കുന്ന ഒരു ഫേസ് എന്താ വെച്ചെങ്കിൽ ബ്ലണ്ടായിട്ട് പറയാലോ, മുസ്ലിം സൊസൈറ്റിയിലുള്ള ഒരാൾ വേറെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട മുസ്ലിം കമ്മ്യൂണിറ്റി റിലീജിയനിൽ പെട്ട ഒരാൾ വേറെ റിലീജിയനിൽ ആരെ കല്യാണം കഴിച്ചാലും അത് ജിഹാദാക്കി മാറ്റുന്ന ഒരു സാധനം ഉണ്ട് ഇതിനകത്ത്. പ്രത്യേക മതത്തിനെ മാത്രമാണ്, അത് മുസ്ലിം മതത്തിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് നടക്കുന്ന ഒരു തരം ഭയങ്കരമായിട്ടുള്ള കോർണറിങ് ആണെന്ന് ഞാൻ പറയുള്ളൂ. ഓക്കെ, ബാക്കി മതത്തിൽ നിന്നൊന്നും കൺവേർട്ട് ആയിട്ടോ അല്ലെങ്കിൽ മാറി വേറെ കല്യാണം വേറെ മതത്തേക്ക് കഴിച്ചാലൊന്നും ഇല്ലാത്ത ഒരു വിഷയം മുസ്ലിം മതത്തിലെ, എസ്പെഷ്യലി മുസ്ലിം മതത്തിലെ ആൺകുട്ടികൾ വേറെ മതത്തിലെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നാൽ ഉണ്ട്. ആൻഡ് ഈ കല്യാണം കഴിച്ചു വരുന്ന പെൺകുട്ടികൾ അവരുടെ ഇഷ്ടത്തിനാണോ അവർ മതം മാറുന്നത്, ഇവരുടെ വീട്ടുകാർ നിർബന്ധിക്കുന്നുണ്ടോ, അങ്ങനത്തെ ഒരു എസൻസ് ഒക്കെ ഈ പടത്തിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷെയ്ൻ നിഗം ചെയ്ത ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് കഥ കംപ്ലീറ്റ്ലി. അതാണ് മെയിൻ ലീഡ്. അപ്പോൾ അത് അവരുടെ ഫാമിലി, അയാളുടെ ബാക്ക്ഗ്രൗണ്ട്, ഡീസന്റ് ജോബ്. ഷെയ്ൻ നിഗത്തിന് ചെയ്യാനുള്ളത് ഒരു റാപ്പർ ക്യാരക്ടറാണ്. ആ റാപ്പർ ക്യാരക്ടറിനെ ഫ്രണ്ട്സിനെയും ഫാമിലിനെയൊക്കെ വെച്ച് ബിൽഡ് ചെയ്തു. പിന്നെ ക്രിഞ്ചാണ്, ക്ലീഷയാണ്. ആ ക്രീഞ്ച് സാധനങ്ങൾ, പൈങ്കിളി സാധനങ്ങളൊക്കെ ഫസ്റ്റ് ഹാഫിൽ കാണിച്ചു. പക്ഷെ എവിടെയോ ഫസ്റ്റ് ഹാഫില് ഷെയ്ൻ നിഗത്തിന്റെ ക്യാരക്ടറും പിന്നെ ഇതിലെ നായികന്റെ ക്യാരക്ടറും സാക്ഷി വൈദ്യ എന്ന് പറഞ്ഞുള്ള ലേഡിയാണ് ചെയ്തിട്ടുള്ളത്. എന്തോ ഹീറോയിൻ തമ്മിലുള്ള ലവ് കോംബോ സീൻസ് ഒന്നും എനിക്ക് പേഴ്സണലി അത്ര ഈ സിനിമ മൊത്തത്തിൽ ഒരു ഫീല് വന്നില്ല. എനിക്ക് ഫീല് കുറഞ്ഞു പോയി. അതായത് ആ ഒരു പ്രേമത്തിലുള്ള കോംബോ അത്ര എനിക്കും അത്ര ഇതായില്ല. കാരണം നമുക്ക് നല്ല രസമായിട്ട്, അതായത് നമുക്ക് ഫീലാണ് സാധനം ഉണ്ടല്ലോ, ആ സാധനം നമ്മുടെ മനസ്സിൽ വരില്ല. നോർമൽ അത് എവിടെ തട്ടിമുട്ടി പോവാത്ത ഒരു പ്രേമായിരുന്നു. ഭയങ്കര നമ്മുടെ നെഞ്ഞിക്ക് ഉള്ളിലേക്ക് കൽബ്. ഞാൻ എന്റെ മനസ്സിൽ കൽബൊക്കെ വന്നത്. കാരണം അതിലുള്ള സാധനം നമ്മൾ അതൊക്കെ വിചാരിച്ച് നിൽക്കുന്ന സാധനം, പക്ഷെ അതൊരു മെല്ലെ ടച്ച് ചെയ്ത് പോയി, ആവറേജ് രീതിയിൽ പോയി. അതെന്താ വെച്ചെങ്കിൽ ഒന്നാമത് ഇവര് തമ്മിലുള്ള ലവ് കോംബോ അല്ലെങ്കിൽ അവര് തമ്മിലുള്ള കെമിസ്ട്രി ഒക്കെ, ഹീറോയിൻ വാസ് ലൈക്ക് നമ്പായിരുന്നു, ഭയങ്കര ഒന്നുമില്ല, ഒരു എക്സ്പ്രഷൻ കുറഞ്ഞ രീതിയിലുള്ള ഇതായി പോയി. കാരണം അവരങ്ങനെ നിന്നു, ഒരു പാവ പോലെ, ഡയറക്ടർ വെച്ചൊരു പാവ പോലെ അവര് നിന്നു എന്നുള്ളതാണ് അതിന്റെ. കുറച്ചും കൂടി ആ മുഖത്തും കണ്ണിലൊക്കെ കുറച്ചും കൂടി സാധനം ഉണ്ടെങ്കിൽ ഭയങ്കര നമ്മൾക്ക് ഉള്ളിലൊരു സാധനം ഉണ്ടായിരുന്നു. ഷെയ്ൻ നിഗം ഓപ്പോസിറ്റ് നിന്ന് തകർക്കുക ഫസ്റ്റ് ഹാഫിൽ. ഷെയ്ൻ നിഗം ആ പ്രേമത്തിന്റേതായിട്ടുള്ള കുറെ മാനറിസംസ്. അപ്പോഴേക്ക് ഷെയ്ൻ നിഗമത്തിന്റെ ശരിക്കുള്ള കാലിബർ വരാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം ആ ഓപ്പോസിറ്റ് അങ്ങനെ അതുകൊണ്ടായിരിക്കണം. പക്ഷെ കുറ്റം പറയല്ല, പക്ഷെ നമുക്ക് ഫീൽ കുറ്റം പറയേണ്ടത് നമുക്ക് തോന്നി നമുക്ക് പറയണല്ലോ. എനിക്ക് തോന്നിയതാണ്. കാരണം ഓപ്പോസിറ്റുള്ള ക്യാരക്ടർ ഇപ്പോ ആസ് യൂഷ്വൽ എല്ലാ സിനിമയിലും ഉണ്ടാവൂലോ, എന്താ ഒരു ചെക്കൻ പിന്നാലെ നടക്കുമ്പോ അപ്പുറത്തുള്ള ഒരാൾക്കുള്ള ഒരു കുറച്ച് മതപരമായിട്ടുള്ള പേടികള്, അല്ലെങ്കിൽ അച്ഛനമ്മേനെ പേടിച്ചിട്ട് ഫാമിലിനെ പേടിച്ച്, ബട്ട് സ്റ്റിൽ അവര് തമ്മിൽ കാണുമ്പോഴും അവര് തമ്മിൽ സംസാരിക്കുമ്പോഴും അവരുടെ സ്പെഷ്യൽ മൊമെന്റ്സിന് ഒരു ഭംഗിയാണ്. ഇവർ പാട്ടിലാണെങ്കിലും അത് വരണം. ഇതിലെ പാട്ടിനൊന്നും ഒരു ഇമ്പാക്ട് ഇല്ലാതായി പോയത് ഇതാണ്. അതായത് ഇവര് തമ്മിലുള്ള കെമിസ്ട്രി ഒട്ടും ഓൺ സ്ക്രീൻ ഇല്ല, ഭയങ്കര ഡള്ളായിരുന്നു. പക്ഷെ ആ കഥയ്ക്കകത്തുള്ള എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടും പിന്നെ ഈ പറഞ്ഞ ലവ് ജിഹാദ് എലമെന്റ് സെക്കൻഡ് ഹാഫ് തുടങ്ങിയതുകൊണ്ട് ആണ് പടം എന്തായത് ഓണായത്. ഫസ്റ്റ് ഹാഫ് അങ്ങനെ പോയി, കുറെ പാട്ടും ഈ പ്രേമത്തിന്റെ സാധനങ്ങളൊക്കെ ആയിട്ട് ഈ ഫസ്റ്റ് ഹാഫിന്റെ
ഇന്റർവെൽ ബ്ലോക്കിലേക്ക് വരുമ്പോൾ പടം ഒന്ന് കയറി തുടങ്ങി. അതുവരെ ഈ സാധനം വളരെ ക്ലീഷായിട്ട് പോയിരുന്നു, വളരെ ക്രിഞ്ചായിട്ട് പോയിരുന്നു. സെക്കൻഡ് ഹാഫ് എത്തിയപ്പോൾ പടത്തിൽ ഈ ലവ് ജിഹാദ് എലമെന്റ് വരുന്നു. അതിൽ തന്നെ പെർഫോമൻസുകൾ പീക്ക് ചെയ്യാൻ തുടങ്ങി. മറ്റത് ഈ ഷെയ്ൻ നിഗം മാത്രം പെർഫോം ചെയ്തു പോയിരുന്ന ഒരു സാധനത്തിൽ ജോണി ആന്റണി പെർഫോം ചെയ്യാൻ തുടങ്ങി, നിഷാന്ത് സാഗർ വന്ന് പെർഫോം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഓരോരുത്തരുടെ ക്യാരക്ടേഴ്സും അവരവർക്ക് കൊടുത്ത പണി ചെയ്യാൻ തുടങ്ങിയപ്പോൾ സാധനം കയറി കത്താൻ തുടങ്ങി. കത്ത് ഇൻ ദ സെൻസ് അതുവരെ കണ്ട പോലെയല്ല. അപ്പോഴെനിക്കൊരു ഒരു ഇത് വന്നില്ല, ഒരു ഫീൽ വന്നില്ല. എന്താ പറയാ, ആ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ അവർ അത്ര സോഫ്റ്റ് ആക്കിയിട്ടാണ് സിമ്പിൾ ആയിട്ട് വിട്ടെ. അത്ര സിമ്പിൾ ആയിട്ട് വിടേണ്ട സാധനമാണ് കേട്ടോ. സൊസൈറ്റിയിൽ ഈ സാധനം എടുത്തു വെച്ച് ഭയങ്കര ഡേഞ്ചർ ആയിട്ട് കൊണ്ടുപോകേണ്ട ഒരു ഐറ്റം അങ്ങനെ പൊക്കി പിടിക്കേണ്ട ഒരു ഐറ്റം അല്ല. ഒരു കോർട്ട് റൂം സെറ്റപ്പ് ഉണ്ട് ഇതിനകത്ത്, ഒരു ഡ്രാമ സെറ്റപ്പ് ഉണ്ട് ഇതിനകത്ത്. അതിനകത്ത് ജോണി ആന്റണി ഡയലോഗ് ഡെലിവർ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല. അയാൾ ഇതുവരെ കണ്ടൊരു ഐറ്റം വെച്ചിട്ട് അയാൾ അങ്ങനെ ചെയ്യുന്നുള്ളത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷെ അയാൾ നന്നായിട്ട് ചെയ്തു എന്ന് മാത്രമല്ല, അതിനകത്ത് ജോണി ആന്റണിക്ക് കൊടുത്ത കുറെ ഡയലോഗുകളുണ്ട്. അതായത് ഈ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ സാധനം പൊക്കി പിടിച്ച് വരുന്നവരുടെ കരണത്തുള്ള അടി പോലെ ഈ സാധനം കൊടുക്കുന്നുണ്ട്. അതുപോലെ മതപരിവർത്തനം നടത്തിയാലേ വീട്ടിലേക്ക് കയറാൻ പറ്റൂ എന്ന് പറയുന്ന മുസ്ലിം ഫാമിലിയിൽ പെട്ട കുറെ പാരൻസിനുള്ള ചപ്പക്കുറ്റികളുടെ അടിയുണ്ട്. അതേപോലെ കുറെ എന്താ പറയാ ക്രിസ്ത്യൻ ഫാമിലിയിലുള്ളവർ ഞങ്ങളെ പെണ്ണുങ്ങളൊന്നുമല്ല. ഇത് ഞാൻ ലവ് ജിഹാദിനെ കുറിച്ച് സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറെ ക്രിസ്ത്യൻ ഫാമിലിയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായിട്ടുള്ള കുറെ മതപുരോഹിതന്മാരെ വിചാരം അവരെ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരുത്തൻ കണ്ണും കൈയും കാണിച്ചാൽ ഇറങ്ങി പോകുന്ന പെൺകുട്ടികളാന്നുള്ളൊരു തോന്നലിൽ പുറത്തിറങ്ങി വന്നിട്ടുള്ള ഡയലോഗുകളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ റെഫറൻസ് ഇതിനകത്തുണ്ട്. പിന്നെ ഹിന്ദുക്കളും പിന്നെ എന്താ പറയുക, ഈ മുസ്ലിമും ക്രിസ്ത്യനും തമ്മിൽ നമ്മൾ പിന്നെന്തിനാ നമ്മൾ നോക്കി നിന്നാ പോരെ. ഇതിനെന്താ പറയുക, ഇതില് കുറെ വെട്ടിയിട്ടുണ്ട് സെൻസർ, കുറെ വിവാദമായിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പൊ ഈ കൈയിന്റെ മുകളിൽ ചരടൊക്കെ കാണിക്കുന്ന സമയത്ത് ഈയിടെ എന്താണ് ഇവിടെ നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കയ്യിൽ കെട്ടിയ ഒരു ചരട്, നാട്ടിൽ ചുമ്മാ പറഞ്ഞു വരുത്തിയ ഒരു സാധനമാണ്. സംഖ്യയാണെങ്കിൽ കയ്യിൽ ചരട് ഉണ്ടാവും എന്നുള്ളൊരു ഐറ്റം, അതിന് ആ കാവി കളറും അതിപ്പോ സിനിമയിൽ വരെ ബ്ലറാക്കി വെക്കേണ്ട ഒരു അവസ്ഥയായി പോയി എന്ന് പറയുമ്പോൾ നമ്മുടെ നാടിന്റെ പോക്ക് എങ്ങോട്ടാന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ സിനിമയിൽ ഓൾറെഡി സെൻസർ കട്ട് ഒരുപാടുണ്ട്, അങ്ങനത്തെ ഡയലോഗുകളുണ്ട്. ഇപ്പൊ ഷെയ്ൻ നിഗത്തിന്റെ മൈ നെയിം ഈസ് ഖാൻ ഐ ആം നോട്ട് എ ടെററിസ്റ്റ് എന്ന് പറയില്ലേ, മൈ നെയിം ഈസ് ഖാൻ സിനിമയിൽ അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ഷെയ്ൻ നിഗത്തിന്റെ ക്യാരക്ടർ അനുഭവിക്കേണ്ട ഒരു അവസ്ഥ ഇതിനകത്തുണ്ട്. ഓക്കെ, അതിന്റെ ഒരു തീവ്രത ഇപ്പോഴും സൊസൈറ്റിക്കകത്ത് ഉള്ളത് കൊണ്ടാണ് അത് സിനിമയിൽ അങ്ങനെ കാണിക്കുന്നത്. കാരണം മുസ്ലിം പേരുള്ളത് കൊണ്ട് മാത്രം അനുഭവിക്കുന്ന ഒരു തരം സൊസൈറ്റിയുടെ കുത്തലുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ക്രിസ്മസ് നടക്കുന്ന സമയത്ത് ഈ സംഘപരിവാർ കാണിക്കുന്ന പരിപാടികൾ നമ്മൾ കാണുന്നുണ്ട്. ഹിന്ദുത്വ എന്ന് പറഞ്ഞിട്ട് ഇവന്മാർ കാണിച്ചു കൂട്ടുന്ന പരിപാടികൾ. ഇവർ ഇതേ പരിപാടി നാളെ ഒരു നബിദിന റാലിയോ അല്ലെങ്കിൽ പരിപാടി ഒരു മുസ്ലിം, അതങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ നാട്ടിൽ എന്താ പറയുക, കുറേയൊക്കെ ഭയങ്കരമായിട്ട് ഈ എക്സ്ട്രീം മതം തലക്കി പിടിച്ച ആളുകളുടെ എക്സ്ട്രീം പരിപാടികൾ മാറുന്നില്ല. പക്ഷെ അത് സിനിമയിൽ ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നു കുറെ അങ്ങനത്തെ പോർഷൻസിലൊക്കെ അതുകൊണ്ട് നമുക്ക് അധികം ഫീൽ ഇല്ലാത്ത സാധനങ്ങളൊക്കെ വെച്ച് തോന്നുന്നു. കുറച്ച് ഡൗൺ ആക്കി വെക്കാനുള്ള സംഗതി ആ വെട്ട് വന്നോണ്ടാണ് തോന്നുന്നത് അവർ അങ്ങനെ ഡൗൺ ആക്കി. അങ്ങനത്തെ ഡയലോഗുകളൊക്കെ നമ്മൾ കോമഡി ആക്കിയിട്ടാ പോയിരിക്കുന്നത്. നമുക്ക് ചിരിക്കാനുള്ള പിന്നെ ഡയറക്ടറിന്റെ ഭാഗത്തുനിന്നും റൈറ്ററിന്റെ ഭാഗത്തുനിന്നും വാണ്ടഡ്ലി എല്ലാവർക്കും ഇട്ട് അടിക്കാനുള്ള ഓരോ സാധനങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? എല്ലാരെയും അടിക്കണം എന്നുള്ള രീതിയിലുള്ള മൂഡില് അല്ലെങ്കിൽ ഒരു മതത്തിന് രണ്ട് മതം ആക്കുമെന്ന് വിചാരിച്ചിട്ട് എല്ലാരും വെച്ച് അടിച്ചിട്ടുള്ള ഒരു പരിപാടി വെച്ചിട്ടുമുണ്ട്. എന്താണെങ്കിലും സെക്കൻഡ് ഹാഫ് ഇങ്ങനെ ലവ് ജിഹാദിന്റെയും പരിപാടികളൊക്കെ ആയിട്ട് പോയി. അങ്ങനെ അതിൽ നിന്ന് പിന്നെയും സിനിമ മുന്നോട്ട് പോയത് എനിക്ക് എന്തോ അങ്ങനെ വലിഞ്ഞു പോയി കുറച്ചല്ലേ, ലാസ്റ്റിലേക്ക് കുറച്ച് വലിഞ്ഞു. ബട്ട് ക്ലൈമാക്സ് സേഫ് ലാൻഡിങ് ആയിരുന്നു. ക്ലൈമാക്സ് ഭയങ്കര ഓക്കെ ആയിട്ട് തോന്നി എനിക്ക് ശരിക്കും ഈ സിനിമയിലെ ഏറ്റവും ഈ സിനിമയ്ക്കകത്ത് ആകെ ഒരു ഹൈ പോർഷൻ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അത് പറയാൻ പറ്റുമോ, പഞ്ചു പോവോ ആതിഫിന്റെ പാട്ട് പറയാ, ഇനിയിപ്പോ നിങ്ങൾ പോയി കാണുക. അതൊരു ഭയങ്കര മൊമെന്റ് ആയിരുന്നു. കാരണം ഈ സിനിമയിലെ ഏറ്റവും എന്താ പറയാ ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള ഒരു സീൻ, വിഷ്വൽസ് ഒക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. ആ സീനിന്റെ ഏറ്റവും ഇന്റൻസ് ആയിട്ടുള്ള സീനിൽ പെട്ടെന്ന് മറ്റുണ്ടല്ലോ ഈ മരുഭൂമിക്ക് മറ്റേ വെള്ളം വരുന്ന പോലെ, അതുപോലെ വരണ്ട് കിടക്കുന്ന ഭൂമിക്ക് നല്ല തെളിനീര് വരുന്ന പോലെ ആതിഫ് അസ്ലമിന്റെ ശബ്ദം ഞാൻ സ്നേഹനോട് തിരിട്ട് ആതിഫ് അസ്ലം അതൊക്കെ ഞാൻ ആദ്യം നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഗായകരുടെ പേരിൽ ആതിഫ് അസ്ലം രംഗിത് തിവാരി പാട്ട് പാടിന്ന് വിചാരിച്ചു. അത് നല്ല സൂപ്പർ സാധനം, നല്ല രസമായിരുന്നു കേട്ടോ. അത് ആ ഫീല് വന്ന് അതിനൊരു ഫീല് കിട്ടി. ആ സീനും ആ പാട്ടിന്റെ ഒരു വൈബും ടോട്ടലി ഒരു ഹിന്ദി സാധനം വന്നപ്പോ അത് കേറി. പാട്ടുകളിലേക്ക് കുറെ സാധനങ്ങൾ ഇഷ്ടപ്പെട്ടു. കാരണം പാട്ടുകളിലുള്ള ഡ്രസ്സിങ് രണ്ടുപേരുടെയും അല്ല, ഇതിന്റെ സിനിമാറ്റോഗ്രാഫിനെ വലിയ മോശം പറയാനില്ല. അല്ല, ആ പാട്ടിൽ ഞാൻ സ്പെഷ്യലി നോക്കിയത് അവരുടെ ഡ്രസ്സിങ്ങും ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സിന്റെ ഡ്രസ്സിങ്ങും ബാക്ക്ഗ്രൗണ്ട് വ്യൂസും നല്ല. ഇതൊരു മ്യൂസിക്കൽ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഐറ്റം. കാരണം മിണ്ടിയ പാട്ടുണ്ട് ഇതിനകത്ത്. അതിൽ തന്നെ ഹിന്ദി പാട്ടുകളാണ് കുറച്ചും കൂടി അല്ലേ
പിന്നെ എഡിറ്റിംഗ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് സിനിമാറ്റോഗ്രാഫി രവിചന്ദ്രൻ നല്ല സിനിമാറ്റോഗ്രാഫി ഭയങ്കര രസമുണ്ടായിരുന്നു. കാരണം കോഴിക്കോട് കാണിച്ചിട്ടാണ് തുടങ്ങിയത്. കോഴിക്കോട് നിന്ന് അങ്ങോട്ട് തുടങ്ങിയിരിക്കുകയാണ് പടം. അപ്പൊ അതില് ഫറൂഖ് പാലും നമ്മുടെ എസ് എൻ സ്ട്രീറ്റും ബീച്ചും അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ എനിക്ക് എഡിറ്റിംഗ് ഭയങ്കര ഇഷ്ടമായി ആകാശ് ജോസഫ്. കാരണം അവരുടെ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പാട്ടിന്റെ ഇടയിലൊക്കെ നല്ല എഡിറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഡയലോഗ്സിന്റെ ഇടയിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോണത് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ആകെ മൊത്തം ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സബ്ജക്ട് എടുത്ത് വെച്ച് അത് ഭയങ്കര സേഫ് ലാൻഡ് ചെയ്ത് പ്രശ്നം ഉണ്ടോ വെച്ചാൽ എല്ലാവർക്കും പ്രശ്നമുണ്ട്, പ്രശ്നം വെച്ചാൽ ആർക്കും പ്രശ്നമില്ല. അങ്ങനത്തെ രീതിയിലാക്കി പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ പ്രശ്നം ഉണ്ടാക്കുക അതിനകത്ത്. അല്ല ഒരാൾക്കും എന്നെ പറഞ്ഞു പറയാൻ പറ്റില്ല, പറഞ്ഞിട്ടുണ്ട് മറ്റൊരു പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിക്ക് സോഫ്റ്റ് ആയിട്ട് സാധനം അങ്ങോട്ട് അത് സെറ്റപ്പ് ആക്കി. പിന്നെ ഒരു ക്യാമിയോ ഉണ്ട്, പറയണ്ട ക്ലൈമാക്സിൽ ഒരു ക്യാമിയോ ഉണ്ട്. അപ്പൊ അങ്ങനെ പോയി. പിന്നെ അഭിനയത്തിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇംപ്രസീവായി തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോണി ആന്റണിക്ക് മാത്രമാണ് ഇതിനകത്ത് ഒരു അല്ലെ വേറൊരു തരം വൈബ് കിട്ടിയൊരു സാധനം. അയാളും ഇതിനകത്തൊരു യൂഷ്വൽ സാധനം പിടിച്ചു ആയിരുന്നു. പക്ഷെ ആ കോർട്ട് റൂം സാധനം കിട്ടിയോട് കൂടിയിട്ട് അയാൾ സെറ്റായി. ഈ പടത്തിനകത്ത് ഒരു എക്സ്ട്രാ ഒരു സാധനം ഇട്ടത് അങ്ങനെ ചെയ്യുന്നതാണ്. ഷെയ്ൻ നിഗത്തിനൊക്കെ ഇത് ഭയങ്കര ഈസി പരിപാടി. കാരണം പ്രേമം ക്ലീഷേ കുഞ്ഞാപ്പൂ പരിപാടി എളുപ്പത്തിലുള്ള പരിപാടിയാണ്. എങ്കിൽ ഈ ഹീറോയിന് പകരം ഒരു വേറൊരാളെ ചൂസ് ചെയ്തിരുന്നത് ഫ്രഷ് ഫേസ് നോക്കിയത് എനിക്ക് തോന്നുന്നുണ്ട്. ഈ പെട്ടെന്ന് തട്ടത്തിന്മാരത്തിലെ ക്യാരക്ടറൊക്കെ പിടിക്കാൻ നോക്കുകയാണോ എന്ന് വിചാരിച്ചു. കാരണം അങ്ങോട്ട് വന്നില്ല, ഒന്നും എത്തിയില്ല. എനിക്ക് അവർ ഒട്ടും കൺവിൻസിങ് ആയില്ല. എനിക്ക് ആ ഒരു മിസ്കാസ്റ്റ് ആയി പോയി, ഭയങ്കര മിസ്കാസ്റ്റ് ആയി പോയി എനിക്കത്. ഈവൺ അവര് എനിക്ക് മലയാളിയും കൂടി അല്ലാത്തതുകൊണ്ട്, അത് മലയാളിയും കൂടി അല്ലാത്തതുകൊണ്ട് അവര് ഡയലോഗ് ഡെലിവറിയിലൊക്കെ അവരുടെ ലിപ്പൊക്കെ എന്തോ മിസ്സിംഗ് ആയ പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഇതാണ് ഹാല് ഫോർ മീ. ഡീസന്റ് വാച്ച്. ഞാൻ ഒരു ആവറേജ് വാച്ച് ബിക്കോസ് ഓഫ് ദാറ്റ് കണ്ടന്റ് അവരെങ്ങനെയാണ് യൂസ് ചെയ്തത് എന്നുള്ളത് അറിയാൻ ക്യൂരിയോസിറ്റി ഉള്ളവർക്ക് കയറി കാണാം. ഓക്കെ, കാരണം ഒന്ന് രണ്ട് പഞ്ച് ഡയലോഗ്സ് ഒക്കെ കൊള്ളാമായിരുന്നു. അതായത് സ്നേഹം, ഇഷ്ടം, പ്രണയത്തിനെ കുറിച്ചും അതിലേക്ക് മതം കലർത്തുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നത്, എസ്പെഷ്യലി ജോണി ആന്റണിന്റെ ക്യാരക്ടർ അതൊക്കെ പ്ലെയിൻ ആയിട്ട് പോയി. അതാണ് രസമുണ്ടായത്. ഒരു നമുക്ക് ഫീൽ ഉണ്ടാക്കേണ്ട ഒരു സാധനം കുറെ ഉണ്ടായിരുന്നു, പറ്റില്ല. കാരണം ഇതിൽ വെട്ട് വീണ സ്ഥലങ്ങളൊക്കെ അങ്ങനെ ഫീൽ ചെയ്ച്ച കുറെ എല്ലാ ഡയലോഗുകൾ തന്നെ ഇപ്പൊ കുറെ എണ്ണം ചെകിടക്കുറ്റികളുടെ അടി പോലെയാണ്. പിന്നെ ബാക്കിയുള്ളത് പറയണ്ടല്ലോ. അപ്പൊ അവരെന്നെ വിചാരിച്ചു 2-3 കിടക്കട്ടെ വെച്ചിട്ട് സെൻസർ കൂടെ എത്ര വെട്ടും വെട്ടാനാണെങ്കിൽ സെൻസർ ഫുള്ള് വെട്ടാം. അതിൽ കുറെ എണ്ണം വെട്ടണ്ടേ, വെട്ടി എങ്ങോട്ട് വെട്ടാനാണ്. അല്ല, കുറെ വെട്ടി കഴിഞ്ഞപ്പോ 2-3 ഡയലോഗ് കിടക്കട്ടെ, എല്ലാവർക്കും ഇട്ട് കൊട്ടുള്ള രീതിയിൽ ഒന്ന് കിടക്കട്ടെ വിചാരിച്ചിട്ടുണ്ടാവും. ഓക്കെ ഗൈസ്, അതാണ് ഹാല് അല്ലേ. കാണാൻ ഡീസന്റ് വാച്ച്, ആവറേജ് വാച്ച്, കുഴപ്പമില്ലാത്ത ഒരു വാച്ചാണ്. അങ്ങനെ ഭയങ്കര മോശമൊന്നുമില്ല. ബട്ട് ആതിഫ് അസ്ലമിന്റെ സോങ് അത് ഈ സിനിമയില് മറ്റേ മുഴച്ചു നിന്നു പറയില്ല, അതുപോലെ പെട്ടെന്ന് ഹൈ ആയി. ആ ഒരു മൊമെന്റ് ഭയങ്കരമായിട്ട് കേറി. ആ സാധനം, ആ വിഷ്വലും മൂപ്പര ശബ്ദവും നല്ല രസം, നല്ല ഭംഗിയുണ്ട് സിനിമാറ്റോഗ്രാഫി, നല്ല അടിപൊളി. എസ്പെഷ്യലി പാട്ടൊക്കെ എടുത്ത ആ ഒരു ഹിന്ദി പാട്ടിന്റെ ഒക്കെ വൈബ് ഭയങ്കര രസമുണ്ടായിരുന്നു. ഭയങ്കര രസമുള്ള ഒരു വൈബായിരുന്നു. പിന്നെ കുറെ കോഴിക്കോട് കാണിച്ചത് മാള് നമ്മുടെ കംപ്ലീറ്റ് ഇൻ ആൻഡ് ഔട്ട് കോഴിക്കോട് തന്നെ ആയിരുന്നു സാധനം. മലപ്പുറം ജില്ല, താമരശ്ശേരി, കോഴിക്കോട്, മലപ്പുറം കാണിച്ചു. മലപ്പുറം ജില്ലാ പോലീസ് ആസ്ഥാനം കണ്ടു കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ